നമസ്കാരം, ഷെയർ തിരുവല്ലയാണ്. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് 200 പേരുടെ റൈസും അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റും ഉണ്ടാക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരിക്കും ഞാൻ എന്താ വർക്ക് ചെയ്യുന്നത്. ഞാൻ കേറ്ററിംഗ് കുക്കിംഗ് സെഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പച്ചമുളക് ഇട്ട് അതൊന്ന് മൂത്തതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആദ്യമേ തന്നെ നമ്മൾ ചിക്കൻ റോസ്റ്റിനുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് മൂത്ത് വരണം. അതിനുശേഷമായിരിക്കും നമ്മൾ ഇതിലേക്ക് സവോള ഇടുന്നത്. സവോളയ്ക്കകത്ത് തന്നെ നമ്മൾ തക്കാളിക്കായി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സവോള നല്ലപോലെ ഒന്ന് വഴന്നു വരണം. ഈ സവോള നല്ലപോലെ വഴന്നു വന്നതിന് ശേഷമായിരിക്കും ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടി ചേർക്കാനുണ്ട്. ഇപ്പോൾ ഉപ്പ് ചേർക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, പെരിഞ്ചീരകം എല്ലാം കൂടെ ഇട്ട് പൊടിച്ച മസാലയുണ്ട്. ആ ഗ്രേവി ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഇനി ചിക്കൻ വറക്കാൻ പോവാണ്. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ഇട്ട് നമ്മൾ ചിക്കൻ വറുത്തതിന് ശേഷം പിന്നെ ഈ മസാലയെല്ലാം ചേർത്ത് ഗ്രേവിക്കകത്തിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാണ്. ഇതിപ്പോൾ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, ചിക്കൻ വറുത്ത് നമ്മുടെ റോസ്റ്റ് ആക്കുന്ന ആ ഒരു ടൈമിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ റോസ്റ്റ് ആയിരിക്കുകയാണ്. അടുത്തത് നമ്മൾ നൈസായിട്ട് അരിഞ്ഞ സവോള, അതുപോലെ കരിയാപ്പില ഇട്ടേക്കുകയാണ്. അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ മല്ലിയില, പൈനാപ്പിൾ, തക്കാളിക്കെല്ലാം അരിഞ്ഞേക്കുവാണ് റൈസിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ. നമ്മൾ റൈസ് സെറ്റ് ചെയ്യേണ്ട വെള്ളം റെഡിയായിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇന്ത്യ ഗേറ്റ് അരിയാണ്. അത് 3 കഴിയുന്നതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്താൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ കോരി നമ്മൾ തിളച്ച നമ്മുടെ ചെമ്മിൻ്റെ അകത്ത് വെള്ളത്തിലേക്ക് ഇതിടും. ഇപ്പോൾ നമ്മുടെ റൈസ് എല്ലാം കോരിയതിന് ശേഷം നമ്മൾ തിളച്ചെടുക്കുന്ന ചെമ്പിൻ്റെ അകത്തേക്ക് നമ്മൾ റൈസ് ഇടുകയാണ്. അതിനുശേഷം ഈ റൈസ് വെന്തതിന് ശേഷം നമ്മൾ വെജിറ്റബിൾ ക്യാരറ്റും ബീൻസും അരിഞ്ഞ അതുണ്ട്. അത് നമ്മൾ ഈ റൈസ് കോരുന്നതിന് മുമ്പ് അതിലേക്ക് ഇട്ടതിന് ശേഷം ഇളക്കിയതിന് ശേഷം നമ്മൾ റൈസ് ഒന്ന് വെന്തോ ഇല്ല എന്ന് നോക്കിയതിന് ശേഷം ഉപ്പെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ കോരി. സാധാരണ ഇത് നമ്മൾ ചെമ്പിൻ്റെ അകത്താണ് ഈ റൈസൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പം 2 കുറ്റിക്കകത്താണ് നമ്മൾ സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അതുപോലെ തന്നെ തക്കാളിക്ക, മല്ലിയില എല്ലാം കൂടെ അരിഞ്ഞു വെച്ചേക്കുന്നത് അതെല്ലാം ഇട്ട് ഓരോ ലെയറായിട്ടാണ് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഡാൽഡായും അതുപോലെ തന്നെ നെയ്യും ചേർത്ത്, നമ്മൾ ഇതിൻ്റെ അകത്ത് ഡാൽഡായ്ക്ക് പകരം ഓയിലാണ് ചേർത്തത്. പിന്നെ നെയ്യും ചേർത്ത് സെറ്റ് ചെയ്ത് അടച്ചു വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ചെയ്ത ഒരു വർക്കിൻ്റെ വീഡിയോ ആണ്. ഇങ്ങനെയുള്ള വർക്കിലാണ് ഞാൻ പോകുന്നത്. ഞാൻ കേറ്ററിങ്ങിന് കിച്ചൺ ഹെൽപ്പറായിട്ടാണ് ഞാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ എടുക്കുന്നതും അല്ലാതുള്ള വ്ളോഗൊക്കെ ചെയ്യുന്നതും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. ഇതിന് നമ്മൾ സാധാരണ വേണ്ടത് റൈസും അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റ്, പിന്നെ പപ്പടം, പിന്നെ അച്ചാർ, സലാഡ്, ഇങ്ങനെ ഇത്ര ഐറ്റങ്ങളാണ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഉള്ളത്. ഇതിപ്പം പപ്പടം കാച്ചുകയാണ് ഇതിന് വേണ്ടി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണും.